ഞാനൊരു ചെമ്പകപ്പൂ വരയ്ക്കുകയാണ്. അത് വരയ്ക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞു കഥ കൂടി പറഞ്ഞു തരാം. രാത്രിയിൽ പോലും ആ ഗ്രാമത്തിൽ പൂവിൻ്റെ മണം നിറഞ്ഞിരിക്കും. പക്ഷേ എല്ലാവർക്കും അറിയാത്ത ഒരു രഹസ്യമുണ്ട്. ഈ സുഗന്ധം ഒരു ചെമ്പക പൂമരത്തിൽ നിന്നാണ്. അനന്തു ഒരു രാത്രിയിൽ തൻ്റെ വീട്ടുവളപ്പിലെ പഴയ ചെമ്പകമരത്തിന് കീഴിലൂടെ നടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഒരു പൂവും മരത്തിൽ കാണില്ല. പക്ഷേ നിലത്ത് വീണ പൂവുകളിൽ നിന്ന് മാത്രം അതികഠിനമായ വാസന ഉയരുന്നു. തറയിൽ കിടക്കുന്ന പൂവിൽ നിന്നൊന്ന് അവൻ എടുത്തു. അനന്തേ, പൂവിനെ പറിക്കരുത്. ഞങ്ങൾ വീഴുന്നത് ഒരു കാരണം കൊണ്ടാണ്. അനന്തു ഭയന്നു വിറച്ചു. ചുറ്റിലും ആരും തന്നെയില്ല. ഞങ്ങളെ മരത്തിൽ നിന്നും പറിക്കരുത്. ഞങ്ങൾ വീഴുമ്പോഴാണ് ഞങ്ങളുടെ ആത്മാവ് മോചിതമാകുന്നത്. അത് കേട്ടതും അനന്തുവിൻ്റെ കണ്ണുകളിൽ ഇരുട്ടുകയറി. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ താൻ ആ മരച്ചുവട്ടിലായിരുന്നു. ഗ്രാമം ഇന്നും പറയുന്നു, ചെമ്പകപ്പൂ സ്വയം വീഴുമ്പോൾ ഒരു അദൃശ്യ രഹസ്യം മണക്കുന്നു എന്ന്.